PM സുരേഷ് ബാബു, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ CPIയുടെ നേതാവ് ദേശീയ കൗൺസിൽ അംഗമാണ് പ്രകാശ് ബാബു. അദ്ദേഹം പറഞ്ഞു അജിത് കുമാറിനെ ഉടൻ മാറ്റണം, അതാണ് പാർട്ടിയുടെയും ആവശ്യം. അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ടുള്ള ഏതന്വേഷണവും, അത് വിജിലൻസ് അന്വേഷണം ആവട്ടെ, മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണമാവട്ടെ, അത് ഒരു കാരണവശാലും അദ്ദേഹം അവിടെ ഇരിക്കുന്ന കാലത്തോളം അത് സുതാര്യമായി പോവില്ല. ആ ആശങ്ക ആവർത്തിച്ചു. എന്നിട്ടും അജിത് കുമാറിനെ മാറ്റുന്നില്ല. ആ കസേരയിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്. ഇന്ന് അൻവർ ആരോപിച്ചതുപോലെ ഒരു സമാന്തര സംവിധാനത്തിൽ, അന്വേഷണ സംവിധാനത്തിലൂടെ അദ്ദേഹവും ഈ നിലവിലുള്ള അന്വേഷണങ്ങൾ അട്ടിമറിക്കാനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അജിത് കുമാറിൻ്റേതായിട്ടുള്ള ഒരു സംഘം ഉണ്ട് കേരള പോലീസിൽ. ഇൻ്റലിജൻസ് സംഘം ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് സംഘമുണ്ട്. എല്ലാറ്റിനും, അദ്ദേഹം പറയുന്ന എല്ലാറ്റിനും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഒരു സംഘം ഉണ്ട്. അദ്ദേഹം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സംഘം ഉണ്ട്. അപ്പോൾ നോക്കൂ, ഈ അന്വേഷണം ഒക്കെ പ്രഹസനമല്ലേ? മാത്രമല്ല, ഇതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് കൂടി ആവർത്തിക്കപ്പെടുമ്പോൾ ഇരുവരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് അനിവാര്യമല്ലേ? അല്ലേ? ഒരു മാധ്യമ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയ പാർട്ടികളുടെ നിർബന്ധത്തിനോ വഴങ്ങി ഒരു ഉദ്യോഗസ്ഥനെ, ഏതെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തതായിരിക്കാം ഉദ്യോഗസ്ഥനെ, അവിടെ നിന്നും കാര്യകാരണ സഹിതമല്ലാതെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ എടുത്താൽ ഇന്ന് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോരാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിന് ആ വഴി കൊടുക്കരുത് എന്ന് നിർബന്ധം ഈ ഗവൺമെൻറ്റിനുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്ഥലം മാറ്റമായാലും, അല്ലെങ്കിൽ അന്വേഷണമായാലും, സസ്പെൻഷനായാലും, മാറ്റി നിർത്തുന്നതായാലും തുടങ്ങിയിട്ടുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റ ആരോപിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ, നിയമപരമായ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം അതിൻ്റെ തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. അത് CPIയുടെ കൺസേൺ വളരെ ശരിയാണ്, മറ്റ് പാർട്ടികളുടെ കൺസേണും ശരിയാണ്, CPMനകത്തും ആ കൺസേൺ ശരിയാണ്. കുറ്റവാളികൾ രക്ഷപ്പെടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ അതിൻ്റെ നിയമപരമായ ലീഗൽ പ്രോസസ്സ് നടക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട രണ്ട് അന്വേഷണമാണ് നടക്കുന്നത്. ആ രണ്ട് അന്വേഷണങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ പ്രബലനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വളരെ പ്രബലനായിട്ടുള്ള ക്രിമിനൽ മൈൻഡുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അൻവറിന്റെ ഭാഷയിൽ. അപ്പൊ നോക്കൂ, അല്ല, അയാൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുക? അയാളെ കസേരയിൽ നിന്ന് മാറ്റിയ എന്താ കുഴപ്പം വക്കീലേ? അയാളെ മാറ്റിയ എന്താ കുഴപ്പം? അയാളെ അപ്രധാന തസ്തികയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അയാളോട് വീട്ടിൽ പോയിരിക്കാൻ പറ, അയാളോട് അവധി പോകാൻ പറ. സർക്കാരിന്റെ മുമ്പിലുണ്ടല്ലോ. എന്തിനാണ് പിണറായി ഇയാളെ പേടിക്കുന്നത്? ഒരു ADGP എന്തിനാ പിണറായി പേടിക്കുന്നത്? അതിനൊക്കെ അതിലെ ഈ പേടി, സ്നേഹം, ഇതൊക്കെ നമുക്ക് ഒരു ചർച്ചാ വിഷയത്തിൽ പറഞ്ഞാൽ പ്രേക്ഷക സമൂഹത്തിൻ്റെ ഇടയിൽ അതിന് ടേക്കേഴ്സ് ഉണ്ടാകും. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അതിന് ടേക്കേഴ്സൊക്കെ ഉണ്ടാകും. പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ നാളെ കുറേ പേര് ഏറ്റെടുത്ത് പറയും പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അജിത് കുമാറിനെ പേടിച്ച് നടക്കുന്ന ആളാണ്, അജിത് കുമാറിനെ സ്നേഹിച്ച് നടക്കുന്ന ആളാണ്, തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇവിടെ അതല്ലല്ലോ. അല്ല, അത് നമുക്ക് നാളെ ഒരു അനിൽ നമ്പ്യാർ പ്ലീസ്, അത് നാളെ 11 മണിക്ക് ശേഷം നമുക്ക് കാണാം. എന്താണ് കമ്മിറ്റ്മെന്റ്, എന്താണ് കേരളത്തിലെ 10 അദ്ദേഹം അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതായി പ്രഖ്യാപിക്കും എന്നാണോ കരുതേണ്ടത്? അല്ല, ഞാൻ പറയല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ
ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്ന വിധേയമാകുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സാധാരണക്കാരായ ജനങ്ങൾക്ക് സംശയരഹിതമാക്കി കൊടുക്കുന്ന തരത്തിലുള്ള വിശദീകരണം നാളത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ടാകും. നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയും ദിവസമായല്ലോ, ഇത്രയും ദിവസങ്ങളായില്ലേ. അതിൻ്റെ തലേ ദിവസം കൊണ്ടുവന്നിട്ട് അജിത് കുമാറിനെ മാറ്റണം എന്ന് നിർദ്ദേശത്തിലേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ CPI പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NCP പറഞ്ഞിട്ടുണ്ട്, RJD പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല പാർട്ടികളും ഇക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറ്റവാളികൾ രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് സർക്കാരിനെ ഈ കാര്യത്തിലുള്ള ഒരു അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. ഒപ്പം തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ അജിത് കുമാറിന്റെ മുകളിൽ ഇരിക്കുന്ന ആളാണ് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളാണ്. അതുകൊണ്ട് ഒരു തരത്തിലും ആ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു ചോർച്ചയുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനകത്തൊരു നെപ്പോട്ടിസം ഉണ്ടാകുമെന്നോ വിശ്വസിക്കാനോ ഭയപ്പെടാനോ സാധിക്കില്ല. മറിച്ച് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആയിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ അല്ല, താങ്കളൊരു പാവമായതുകൊണ്ടാണ് ഈ പറയുന്നതൊക്കെ. അതായത് DGP അല്ലേ DGP അല്ലേ അന്വേഷിക്കുന്നത്, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത്? ഈ DGPക്ക് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി മൂലക്കാണ് സാർ. അദ്ദേഹത്തിന് ആ പദവി മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് സൂപ്പർ DGP ആയിട്ട് MR അജിത് കുമാർ എന്ന് ഏത് പോലീസുകാരനും അറിയാം. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ഈ സംസ്ഥാന പോലീസ് മേധാവി പലതവണ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സംവിധാനം പോലീസിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചാണ് ഇൻ്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, മറ്റ് ക്രൈം, എല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്, എനിക്ക് വലിയ റോളൊന്നുമില്ല എന്ന് പലവട്ടം അദ്ദേഹം പരിഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിദേവനം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹം അത് പിന്നെ കൃത്യമായിട്ട് അറിയിച്ചതാണ്. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, ഡിഫൻസിന് എന്താ പറയുന്നത്? പോലീസ് മേധാവിയല്ലേ അന്വേഷിക്കുന്നത്, DGP അല്ലേ അന്വേഷിക്കുന്നത്? പക്ഷെ ഒരു കാര്യമില്ല സാർ, ഒരു കാര്യവുമില്ല. അല്ല, ഞാനതിനത് എക്നോളജി ചെയ്യാനില്ല.